നമ്മളെങ്ങോട്ട് പോവാ? എങ്ങോട്ടാ പോണ്? കുട്ടികൾ ഗുരുവായൂർ പോയിട്ട് വരാം ട്ടാ. അവിടെ പോയ കളിപ്പാട്ടത്തിന് കരയോ? ഇല്ല, ഉറപ്പാ? ഇവനെന്തിനാ കരയോ വല്ലത്തിനും? ഓക്കെ. അപ്പം ഞാനും പൊന്നിട്ടനും പോയിട്ട് വരട്ടോ. ഞങ്ങൾ കേശവൻ്റെ പ്രതിമയ്ക്കുള്ള നടയിലാണ് കേട്ടോ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പൊന്നിട്ടനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. കുറച്ച് നേരം നടക്കുമ്പോഴേക്കും മുന്നോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവൻ എടുത്തിട്ടാട്ടോ നടന്നത്. പിന്നെ എടുക്കലും വീഡിയോ എടുക്കലൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഒരു സിനിമ പിന്നണി ഗായകനാണ്. അയാളുടെ കച്ചേരി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. പിന്നെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ ഏകാദശി വിളക്കിൻ്റെ തുടങ്ങിയന്ന് മുതലേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വിളക്ക് കാണാൻ പോകണം. അപ്പോൾ എന്നും പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. പക്ഷേ അവന് പനിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് വയ്യാതൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നാണ് പോകാൻ പറ്റിയത്. എല്ലായിടത്തും കുളത്തിൻ്റെ അവിടെ എല്ലായിടത്തും നല്ലോണം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് നടക്കാനായിട്ട്. കടകളും അവിടുത്തെ ഒരു വൈബും ലഹളയൊക്കെ നല്ല രസമാണ്. പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവും. എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ വരുന്ന സമയത്ത് ഞങ്ങൾ മിക്കതും ഗുരുവായൂരാണ് താമസിക്കുക. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഗുരുവായൂർ രാത്രിയൊക്കെ നടക്കാനായിട്ട് ഇങ്ങനെ പോട്ടെ. ഈ സമയത്ത് പോയാലും അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒരു നല്ല പ്രത്യേക തരം ഫീലിങ്സാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും എൻ്റെയും പൊന്നുട്ടനെയും കുറച്ച് ഷോകൾ നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഞാനും പൊന്നുട്ടനും അവിടെയൊക്കെ നടന്നു. എല്ലാ നടയിൽ കൂടെ ചുറ്റി നടന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കൈയൊക്കെ വേദന എടുത്ത് തുടങ്ങി. അവൻ താഴെ നിൽക്കുന്നില്ല. പിന്നെ ഓരോന്ന് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് താഴെ നിൽക്കുന്നത്. കണ്ടോ ഈ കടകളൊക്കെ കാണാനായിട്ട് രാത്രിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ കടകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ ഈ ലൈറ്റും എല്ലാം കാണാനായിട്ട്. പിന്നെ ഞാനും പൊന്നിട്ടനും ഇങ്ങനെ ഓരോ കട എത്തുമ്പോഴും അവനത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കരയും കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഇവൻ മാത്രമല്ല. പിന്നെ ഇവനെ മേടിച്ച സാധനം തന്നെയായിരിക്കും പിന്നെയും വേണമെന്ന് പറയുന്നത്. അതാണ് വീട്ടിലുണ്ടാവും. പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തില്ല. പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കുറേ കടകളൊക്കെ പുതിയ തുടങ്ങിയിട്ടുണ്ടാവട്ടെ. പിന്നെ അയ്യപ്പ സ്വാമിമാരെ തിരക്കായിരുന്നു കൂടുതലും. അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ, അതായത് ഇത് ഞാൻ വീക്കെൻഡിലല്ല പോയേക്കുന്നത്, തിങ്കളാഴ്ചയാണ് പോയത്. അപ്പോൾ ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. അയ്യപ്പ സ്വാമിമാരെ തിരക്കും അവർ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. കുറേ നടന്ന് കാലൊക്കെ വയ്യാതെ ആയിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയില്ല കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ശരിക്കും യന്ത്രൂഞ്ഞാലും പിന്നെ അങ്ങനത്തെ റൈഡുകളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രാവശ്യം ഞങ്ങളങ്ങോട്ട് പോയിട്ടില്ല. ഇനി ഏകാദശിയിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് തിരിച്ചു പോകുന്ന കേട്ടോ. കട എത്തുമ്പോഴാൻ പറയണം എന്നെ വലിച്ചുകൊണ്ട് പോകണതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ക്യാമറ ഒക്കെ ഒരു സൈഡിലേക്ക് പോകുന്നു. ഇപ്രാവശ്യം ഈ സാധനമാണ് കേട്ടോ, ഞാൻ എടുക്കുന്ന സാധനമാണ് കൂടുതലായിട്ട് ഇങ്ങനത്. അത് ഓരോ സീസണിലും ഓരോ ഐറ്റംസ് ആയിരിക്കും ഇങ്ങനെ ആൾക്കാർ വിൽക്കാൻ വരുന്നത് കേട്ടോ. മിക്കതും ഹിന്ദിക്കാരാണ് കേട്ടോ വിൽക്കാൻ നടക്കുന്നത്. അത് നല്ല രസമുണ്ട്. ഈ പൂജാമുറിയിലും അതുപോലെ തന്നെ ഈ വാതിലുമ്മലൊക്കെ ഹാങ് ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരിക്കും കണ്ടോ. പിന്നെ കുറേ റോഡ് സൈഡിൽ കുറേ കടകൾ ഉണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല ഇതൊന്നും മേടിക്കാനായിട്ട്. പിന്നെ പൊന്നൂട്ടന് മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും പൊന്നൂട്ടനും കൂടെ ഒരു കടയിൽ കയറിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മോതിരമൊക്കെ മേടിച്ചു കേട്ടോ. ഈ ചാക്കിലിരിക്കുന്നത് കഞ്ഞി കുടിക്കാനുള്ള